എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന MCH 020 എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ പേപ്പറാണ്. അപ്പോൾ അതിലുള്ള യൂണിറ്റ് 1 ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിനു മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ പേപ്പറിന്റെ പേരാണ് ഫണ്ടമെന്റൽസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, സോ നമ്മൾ ഈ ഫണ്ടമെന്റൽസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റേഡിയേഷൻ, മാറ്റർ, അതേപോലെ ഈ മെക്കാനിക്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, പ്ലാങ്കിന്റെ റിലേഷൻസ്, എനർജി ലെവൽസ്, അതുപോലെ ഇന്ററാക്ഷൻ മോഡ്സ്, പ്രീ റിക്വസിറ്റ്സ്, ഒരു സ്പെക്ട്രോസ്കോപ്പി ട്രാൻസിഷൻ നടക്കാനുള്ള പ്രീ റിക്വസിറ്റ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ലെക്ചർ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയും, പിന്നെ അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ് ആ കാര്യമായിരിക്കും പിന്നെ പറയുന്നുണ്ടാവുക. പിന്നെ അതുപോലെ ക്വാണ്ടം മെക്കാനിക്സ്, അതേപോലെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ, ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് അല്ല. അതേപോലെ ഇന്ററാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് സ്റ്റഡി ഓഫ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ, അല്ലേ? അപ്പം മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള എന്താണ് എക്സ്ചേഞ്ച് ഓഫ് എനർജി എന്ന് പറയുന്ന ആ ഒരു അതിന്റെ പഠനത്തെ പറ്റി പറയുന്ന ഒരു ശാസ്ത്രശാഖേനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പണ്ട് നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ മാത്രം കൺഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അത് ഈ അയോൺസും ഇലക്ട്രോൺസും ഒക്കെ ഉള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ. അത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ. മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ചിനെ പറ്റി ഉള്ള പഠനത്തിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആറ്റത്തിന് ഏറ്റവും അതേപോലെ തന്നെ മോളിക്യൂൾസിന്റെ ഒക്കെ സ്ട്രക്ചറൽ ആസ്പെക്ട്, അവരുടെയൊക്കെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഈ അവരുടെയൊക്കെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്യുവൽ എന്ന് പറയുന്നത് രണ്ടാണ്, അല്ലെ? അപ്പൊ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നേച്ചർ ഉണ്ട്. എന്താണ് രണ്ട് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഡ്യുവൽ നേച്ചർ ഉണ്ട്. നമ്മൾ +2 നമ്മൾ പഠിക്കുന്ന കാര്യം, അല്ലേ? അപ്പൊ അതിലൊന്ന് എന്താണ്, വേവ് നേച്ചർ ആണ്. മറ്റേ ഒന്നെന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചർ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, വേവ് നേച്ചറിനെ പറ്റിയാണ്. അപ്പൊ വേവ് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസിക്കലി നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഹാർമോണിക് വേവ് ആയിട്ടാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് വേവ് പ്രൊപ്പഗേറ്റഡ് ഫ്രം എ സോഴ്സ് വിച്ച് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് വേവ് ആയിട്ടാണ് നമ്മൾ ഈ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ വേവ് ഇക്വേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് സൈൻ ആണ് അല്ലെ കൊടുത്തിട്ടുള്ളത്, കണ്ട സൈൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സൈനസോയിഡൽ വേവ് ആയിട്ടുള്ളതാണ്ടോ, രണ്ട് സൈനസോയിഡൽ വേവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും, അതിനൊരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും, അല്ലെ? പക്ഷെ ഈ രണ്ട് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അവർ തമ്മിൽ എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ എനമ സ്പെക്ട്രോസ്കോപ്പിയിലും അതേപോലെ തന്നെ EPR അല്ലെങ്കിൽ നമ്മൾ ESR എന്നൊക്കെ വിളിക്കുന്ന അതിലാണ് നമ്മൾ മാഗ്നറ്റിക് കോമ്പണന്റ് കൂടുതൽ പഠിക്കുന്നത്, കേട്ടോ. അപ്പം ഈ ഒരു എന്താ പറയാ, ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതാണോ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. മൂന്നിനും എന്താണ് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. എന്താണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും അതിനും പെർപെൻഡിക്കുലർ ആണ്. മൂന്നും പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ ഈ XYZ എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും പെർപെൻഡിക്കുലർ അല്ല, അതേപോലെ തന്നെയാണെന്നുള്ള രീതിയിലാണ് നമ്മളത് പറയുന്നത്, കേട്ടോ. ഇനി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വരയ്ക്കില്ലേ? അപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ Yക്കും Zനും പെർപെൻഡിക്കുലർ ആണ് എന്നുള്ള അല്ലെ, അവര് ബാക്കി രണ്ടിനും പെർപെൻഡിക്കുലർ ആണ് ആ രീതിയിലല്ലേ നമ്മൾ പറയാം. അതേപോലെ ഇത് മൂന്നും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, കേട്ടോ. ഇനി ഇപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്?
ഇലക്ട്രോമാഗ്നറ്റിക് നമ്മളിപ്പോൾ വേവ് നേച്ചർ പറഞ്ഞ സമയത്ത് അപ്പോൾ അതിനെ കുറച്ച് ഒരു വേവിന് എന്താണ് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വേവ് ലെങ്ത്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, അതുപോലെ വേവ് നമ്പർ, അതുപോലെ വെലോസിറ്റി, എനർജി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ലാംഡ എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്, അതേപോലെ റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മൈക്രോമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്, പക്ഷേ എസ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. യൂണിറ്റ് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിൽ ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ ആണ്. അതുപോലെ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് കേട്ടോ, മ്യൂ എം ആണ്. അപ്പൊ 10⁻⁻6 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ആണ്, ന്യൂ. ഓക്കെ, ന്യൂ. ന്യൂ എന്ന് പറയുന്നത് എന്താണ്, C/λ ആണ്. ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സെക്കൻഡ് ഇൻവേഴ്സ് ആണ് അതിന് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹേർട്സിൽ നമ്മൾ അധികം എക്സ്പ്രസ് ചെയ്യാറില്ല. നമ്മൾ ഇതിൽ കാണുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് തന്നെയാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേവ് നമ്പർ എന്ന് പറയുന്നത് ഈ ന്യൂവിന് ഒരു ബാർ ഇട്ട് കൊടുക്കുക, ഒരു ബാർ ഇട്ട് കൊടുക്കുക, അതാണ് ന്യൂ ബാർ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ ബാർ എന്ന് പറയുന്നത് എന്താ, 1/λ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇത് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും അല്ലെ. പിന്നെ സി എന്ന് പറയുന്നത് ന്യൂ ലാംഡയാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. സി എന്ന് പറയുന്നത് എന്താ, ലൈറ്റിന്റെ വെലോസിറ്റി ആണ്. ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, വേഗത്തില് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഈ നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ ഇതെന്താണ്, എനർജീന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E=H ആണ്. അപ്പൊ ന്യൂ എന്ന് പറയുന്നത് എന്താ, നമുക്ക് C/λ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, H/c/λ എന്ന് കിട്ടും. അപ്പൊ യൂണിറ്റ് എന്താ, എനർജീന്റെ ജൂൾ ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് മറന്നു പോകാതെ ശ്രദ്ധിക്കുക. H/ന്യൂ=H/c/λ. മറന്നു പോയാലും നിങ്ങൾ കുറെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ട് പിന്നെ പരിചയമാകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്, ഈ എന്താ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഒന്നുകിൽ എനർജീന്റെയോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഒക്കെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലൊക്കെ നമ്മൾ ഇതിനെ ഓർഡർ ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെന്റ്, ഓർഡർലി അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഗാമാറേ, എക്സ്റേ, UV, വിസിബിൾ, IR, മൈക്രോവേവ്, റേഡിയോ വേവ്, ഇത്രയും ആൾക്കാരാണ് അതിലുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള പഠിച്ചു വെക്കുക. അതായത് ഒന്നുകിൽ വേവ് ലെങ്ത് കൂടുന്ന രീതിയിലോ അല്ലെങ്കിൽ എനർജി കൂടുന്ന രീതിയിലോ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് UV അല്ലെങ്കിൽ വിസിബിൾ ഏതാണ് കൂടുതൽ എനർജി ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം UVക്കാണ് എനർജി കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതിനായിരിക്കും, ഇതിന് രണ്ടിലും ഏതിലായിരിക്കും എനർജി, സോറി, വേവ് ലെങ്ത് എന്താ പറയാ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് വിസിബിളിനാണ് അല്ലെ. അപ്പൊ നോക്കിയേ, H/c/λ ആണ് അല്ലെ. അപ്പം H/c/λ ആണ്. അപ്പൊ ലാംഡ കൂടിയാൽ എനർജി എന്താണ്, കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ലാംഡ കൂടി വേവ് ലെങ്ത് കൂടുന്ന ആർക്കാണ്, വിസിബിൾ. അപ്പൊ അയാൾക്ക് എന്തായിരിക്കും, എനർജി കുറവായിരിക്കും. ഇനി ഇതിനെ H/ന്യൂ എന്ന് നമ്മൾ പറയാലോ. അതായത് അപ്പൊ എനർജി കുറഞ്ഞാല് ന്യൂ എന്താണ്, കുറയാണ് അല്ലെ. അപ്പൊ എന്താണ്, ഈ UVക്കാണോ വിസിബിളിനാണോ ഫ്രീക്വൻസി കുറവെന്ന് ചോദിച്ചാൽ ആർക്കാണ്, വിസിബിളിനാണ് ഫ്രീക്വൻസി എന്ത് കുറവ് അല്ലെ. അത്രയാണ്, അങ്ങനെയാണ് നമ്മളിത് നോക്കി വെക്കേണ്ടത്. അപ്പൊ ഈ ആറ് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള അറേഞ്ച്മെന്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൽ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്താണ് പോളിക്രോമാറ്റിക് റേഡിയേഷൻ, മോണോക്രോമാറ്റിക് റേഡിയേഷൻ. പോളിക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിലൊരു വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ, വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉണ്ടാവും. അതേപോലെ മോണോക്രോമാറ്റിക് റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സിംഗിൾ വേവ് ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ലേസറിൽ എന്താ, ഒറ്റ കളറേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പല കളറുണ്ട്, പല വേവ് ലെങ്ത് അല്ലെ, പല വേവ് ലെങ്ത്തിനുള്ളതാണ് പല കളർ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം അല്ലെ, വേവ് ലെങ്ത് വ്യത്യാസമാണ് ഓരോന്നിന്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പൊ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉണ്ടാവും. അതിന് നമുക്ക് പോളിക്രോമാറ്റിക് റേഡിയേഷൻ എന്ന് പറയാൻ പറ്റും അല്ലെ. പക്ഷെ മോണോക്രോമാറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനൊറ്റ സിംഗിൾ വേവ് ലെങ്ത് ഉണ്ടാവുള്ളൂ. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സിംഗിൾ വേവ് ലെങ്ത്. അപ്പം അതിന് എക്സാമ്പിൾ ആണ് ലേസർ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പാർട്ടിക്കിൾ നേച്ചർ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് radiation, the radiant energy could be considered as a stream of discrete elementary particle or packet of energy.
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ട അല്ലെങ്കിൽ സിംഗുലർ ക്വാണ്ടം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ ക്വാണ്ട എന്ന് ചോദിച്ചാൽ അതിനെന്താണ്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എന്താണ് ഈ പാക്കറ്റ് ഓഫ് എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം മോഡൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ മോഡൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇവരിവിടെ കൺസിഡർ ചെയ്യുന്ന എന്താണ്, ഒരു എനർജിയുടെ പാക്കറ്റുകളായിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എലിമെന്ററി പാർട്ടിക്കിൾസ് ആയിട്ടാണ്. ഈ പാക്കറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എലിമെന്ററി പാർട്ടിക്കിൾസിന് നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ട എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വിസിബിൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മാസ് ഉണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ എന്താണ് പിന്നെ ലീനിയർ മൊമെന്റം, ഇറ്റ് ക്യാരീസ് ലീനിയർ മൊമെന്റം, അതേപോലെ തന്നെ ഇറ്റ് ക്യാരീസ് ആംഗുലർ മൊമെന്റം. എനർജി ഓഫ് എ ക്വാണ്ടം ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, റൈറ്റ്? ഓക്കെ, അപ്പം ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അതേപോലെ തന്നെ എനർജി ഓഫ് എ ക്വാണ്ടം ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, നമ്മൾ നേരത്തെ കണ്ട റിലേഷൻ തന്നെയാണിത്. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ബൈ വേവ് ലെങ്ത് ഓഫ് ദ വേവ് നമ്പർ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ ഓർ ഈസ് ഈക്വൽ ടു എച്ച് സി ന്യൂ ബാർ, അല്ലെ? ലാംഡേനെ നമുക്ക് ന്യൂ ബാർ എന്ന് എഴുതിക്കൂടെ? ഇപ്പൊ ഈ എച്ചിന്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.626 × 10⁻³ ജൂൾ സെക്കൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണിത്. ചിലപ്പോൾ പ്രോബ്ലംസിന് നിങ്ങൾക്ക് പ്രോബ്ലത്തിന് ചോദിക്കും. അപ്പം പ്രോബ്ലം നിങ്ങൾക്ക് ചിലപ്പം എന്ത് ചെയ്യണം, എല്ലാ സമയത്തും നമുക്ക് തന്നുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് പഠിക്കണം കേട്ടോ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ഫോട്ടോൺ ഓഫ് ദ വയലറ്റ് ലൈറ്റ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് ദ 400 നാനോമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ലാംഡ ആണ് അല്ലെ? ലാംഡ എന്ന് പറയുന്നത് 400 നാനോമീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്ര, 10⁻⁻৯ മീറ്റർ ആണ്. എപ്പോഴും SI യൂണിറ്റിൽ കാൽക്കുലേഷൻ ചെയ്യാം. അതേപോലെ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ SI യൂണിറ്റിലാണ് തരുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്നിട്ട് ഡാഷ് നാനോമീറ്റർ അല്ലെങ്കിൽ ഡാഷ് അവർ തന്നിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രം അതിൽ തന്നെ നിങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാ, ചെയ്തു പോവാ കേട്ടോ. SI യൂണിറ്റിൽ ചെയ്തു പോവാം. അപ്പൊ നമ്മളോട് ചോദിച്ചത് എനർജിയാണ്. അപ്പൊ എനർജിയും അതേപോലെ തന്നെ ലാംഡയും തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, എച്ച് സി ബൈ ലാംഡയാണ് അല്ലെ? അപ്പൊ എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, സിന്റെ വാല്യൂ നമുക്കറിയാം, രണ്ടിന്റെ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോലെ. എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്നത് എന്താ, 6.626 × 10⁻³ ഇൻറ്റു എന്താ, സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ ആണ്, ഡിവൈഡ് ബൈ എത്രയാണ്, 400 × 10⁻⁹ അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 4.97 × 10⁻⁹ കിട്ടും. ജൂൾ ആണ് ഇതിന്റെ ഇത് SI യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് എഴുതാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എൻ NMR ഇൻസ്ട്രുമെന്റ് പ്രോട്ടോൺ കംസ് ടു റെസൊണൻസ് അറ്റ് ഫ്രീക്വൻസി ഓഫ് 200 MHz അല്ലെ? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ന്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 200 MHz. ഒരു മെഗാഹെർട്സ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ള 10⁻⁶ ആണ്. അപ്പം ഇൻറ്റു 10⁻⁶ ഹേർട്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് എനർജി ഓഫ് ഫോട്ടോൺ. എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. എനർജി എന്ന് പറയുന്നത് എന്താ, എച്ച് ന്യൂ ആണ് അല്ലെ? ന്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു ന്യൂ. ന്യൂ എടുക്കുക, എത്രയാണ്, 200 ഇൻറ്റു 10⁻⁶. അപ്പൊ ഇതിനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടാന്ന് അറിയാം, 1.32 ഇൻറ്റു 10⁻⁻25 ജൂൾ ആണ് നമുക്ക് കിട്ടുക. അടുത്ത എന്താണ്, കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ. ലാംഡ നമ്മളോട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാംഡ നമുക്ക് കാണണം. നമുക്ക് ആരുണ്ട്, ന്യൂ ഉണ്ട്, അതേപോലെ തന്നെ ഇ ഉണ്ട്. എങ്ങനെ നമുക്ക് ലാംഡ കാണാം, നമുക്കറിയാം ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ ആണ്. അപ്പം എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പറയാല്ലേ, 1.3252 ഇൻറ്റു 10⁻⁻25 ജൂൾ ഇസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ഇൻറ്റു സി എത്രയാണ്, 3 ഇൻറ്റു 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ലാംഡ. ഇതിന്ന് ലാംഡ എന്താന്ന് കണ്ടൂടെ അല്ലെ? ലാംഡ എന്താന്ന് കാണാം അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലാംഡ കാണുന്നത്. അപ്പൊ ലാംഡ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ, ലാംഡ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ലാംഡ ഈക്വൽ ടു 1.5 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസും ചെയ്ത് പഠിക്കാം. ഇനി ക്വാണ്ടം മെക്കാനിക്സിന്റെ റോൾ ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സിന്റെ റോൾ എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ എന്താ, ഇലക്ട്രോൺസിന്റെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ക്യാൻ ഓക്യുപ്പൈ സ്പെസിഫിക് ഡിസ്റ്റിങ്ക്ട് എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ബൈ ദ ക്യാരക്ടറൈസ്ഡ് ബൈ ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ,
ഓക്കെ. അതായത് ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, മോളിക്യൂളൊക്കെ എല്ലാവർക്കും ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. അപ്പം ഇതിലുള്ള ഈ ആറ്റത്തിലെ മോളിക്യൂളിലൊക്കെ ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ക്യാൻ ഓൺലി ഒക്യുപ്പൈ സ്പെസിഫിക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് എനർജി ലെവൽ. അതായത് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എനർജി ലെവൽസ് മാത്രമേ ഇതിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർക്ക് ഈ ഇറ്റ് വിൽ ബി ക്യാരക്ടറൈസ്ഡ് ബൈ ദ ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. അതായത് അവർക്ക് തോന്നിയ പോലെ ഈ എനർജി ലെവൽസിൽ ഒന്നും ഓക്യുപ്പൈ ചെയ്യാൻ ആർക്ക് പറ്റില്ല, ഇലക്ട്രോൺസിന് പറ്റില്ല. അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എനർജി ലെവൽസിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി സ്റ്റേറ്റ് ദാറ്റ് ടൈം ഇൻഡിപെൻഡന്റ്. അപ്പൊ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇൻ ആറ്റംസ് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇസ് ക്വാണ്ടൈസ്ഡ് ആൻഡ് ദ ഇലക്ട്രോൺ ക്യാൻ ഓക്യുപ്പൈ ഡിഫറെന്റ് എനർജി ലെവൽസ് ഓർബിറ്റൽസ് identified by the quantum number n, l, m and s. That is, the atom have several quantized electronic എനർജി ലെവൽസ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ബോർ മോഡലൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചാണ് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്, ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പൊ അതിന് ഈ എല്ലാ ഇതിലും നമുക്ക് പോയി ഒരു ഇലക്ട്രോണിനെ ഏതെണ്ണത്തിലും പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പല പല ലെവൽസ് ഉണ്ടെങ്കിലും അതിന് ഓരോ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന് ഈ അലൗഡ് ആയിട്ടുള്ള എന്താണ് ക്വാണ്ടം നമ്പേഴ്സിലുള്ളതിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയാൻ പറ്റുന്നത്, ആറ്റംസ് സെവറൽ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ട്. ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എനർജി ലെവൽസ്, ഒരു ആറ്റത്തിന്റെ എനർജി ലെവൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് n=1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ്, പിന്നെ അടുത്ത സ്റ്റേറ്റ് n=2, n=3, n=4. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ബോർ മോഡലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബോർ മോഡൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വരച്ചു പോകൂലേ അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കുന്നതിന് മാത്രം അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. n=1. അപ്പൊ ഇത് എന്താണ്, ഫസ്റ്റ് n=1, n=2 എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ n=1, അതേപോലെ തന്നെ അടുത്ത n=2, n=3. അപ്പൊ ഇത് ഇങ്ങനെ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും, എനർജി ഇങ്ങനെ കൂടിക്കൂടി വരും അല്ലെ. എന്നിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ എനർജി ഇങ്ങനെ കൂടിക്കൂടി വരും, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് അറ്റമിക് എനർജി ലെവൽസ് പറയുന്നത്. ഇനി മോളിക്യൂളിന്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളിക്യൂളിലെ എനർജിക്ക് 4 കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അത്? ട്രാൻസ്ലേഷൻ എനർജി, അതേപോലെ ഇലക്ട്രോണിക് എനർജി, അതുപോലെ വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷൻ എനർജി. 4 കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇലക്ട്രോണിക് ഉണ്ട്, വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷൻ ഉണ്ട്. അപ്പം മോളിക്യൂളിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എനർജി കോമ്പോണന്റ് ഉണ്ട്. ഓരോന്നും എന്താണ്? ക്വാണ്ടൈസർ ആണ്. അപ്പൊ അതായത് ക്വാണ്ടൈസർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എനർജി ലെവൽസ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. അതായത് ഓക്കെ, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എനർജി ലെവൽസ് അത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം അതിന് എന്താണ്, ഇലക്ട്രോണിക് എനർജി ലെവൽ ഉണ്ട്. ഇലക്ട്രോണിക് എനർജി ലെവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഞാനൊരു മോളിക്യൂൾ എടുത്ത് അസറ്റോൺ എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, അതിന് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതിനൊരു ഇലക്ട്രോണിക് എനർജി ലെവൽ എന്ന് പറയുന്നത് n=1 ഇതിന്റെ ആണെന്ന് വിചാരിച്ചോ. അടുത്ത എന്തായിരിക്കും? n=2 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും n=2 എന്ന് പറയുന്നത്. ഓക്കെ. വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈബ്രേഷൻ എനർജി, അപ്പൊ അതായത് വലിയ സെപ്പറേഷൻ ആണ് ആർക്ക് വരുന്നത്, ഇലക്ട്രോണിക് എനർജി ലെവലിൽ വരുന്നത്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ അത്ര സെപ്പറേഷൻ ഉണ്ടാവില്ല. അപ്പൊ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ v=1, ഇതിനെന്തായിരിക്കും? v=2 എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി റൊട്ടേഷൻ എനർജി വരുന്ന സമയത്തായിരിക്കും വളരെ സ്മോൾ ആയിട്ടുള്ള ഇതായിരിക്കും വരുന്നത്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനിപ്പോ j=1, ഇപ്പൊ j=2. ഓക്കെ. കണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു മോളിക്യൂളിന്റെ എനർജി ലെവൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, മോളിക്യൂളിന്റെ എനർജി ലെവൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, മോളിക്യൂളർ എനർജി നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ് ഏറ്റവും വലുത്. ഓക്കെ. ഏറ്റവും വലുത് ഇലക്ട്രോണിക്. അതിന്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ടാവും? വൈബ്രേഷൻ ലെവൽ ഉണ്ടാവും. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? റൊട്ടേഷൻ ലെവൽ. ഇപ്പൊ ഏറ്റവും ചെറുത് ആരാണ്? റൊട്ടേഷൻ ലെവൽ, പിന്നെ വൈബ്രേഷൻ ലെവൽ, പിന്നെ എന്തായിരിക്കും? ഇലക്ട്രോണിക് ലെവൽ. അങ്ങനെയാണ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പം മോളിക്യൂൾ എന്ന് പറയുന്ന സമയത്ത് മറ്റേ ആറ്റത്തിന് പോലെയല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എനർജി കോമ്പോണൻസ് ഉണ്ട്. ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇലക്ട്രോണിക് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. നമ്മൾ ട്രാൻസ്ലേഷൻ എനർജിനെ പറ്റി നമ്മളിവിടെ പഠിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ റിയൽ ടൈം പൊസിഷൻ ഒന്നും നമുക്ക് ഇവിടെ വേണ്ട. അതുകൊണ്ട് നമ്മൾ അതിനെ
പറ്റി നമ്മളിതിൽ പഠിക്കില്ല. നമ്മൾ ബാക്കി ഇലക്ട്രോണിക് വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷനെ പറ്റിയാണ് നമ്മളിതിൽ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ there are several vibrational energy levels in an electronic state and many rotational energy levels are there in a vibrational energy level എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എനർജി ലെവൽ വിത്ത് ലീസ്റ്റ് എനർജി, ഏറ്റവും ചെറിയ എനർജി ഉള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഗ്രൗണ്ട് സ്റ്റേറ്റ്. വേറെസ് ഇൻ ദ അതർ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സൈറ്റഡ് സ്റ്റേറ്റിനെ. ലീസ്റ്റ് എനർജിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കും. ബാക്കിയുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വൈബ്രേഷൻ ലെവൽസ് കണ്ടു കണ്ടോ. അപ്പൊ ഇതെന്താണ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ് കണ്ടോ. ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതൊരൊറ്റ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇതെന്താണ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിലുള്ള ഓരോന്നിലും എന്തുണ്ട് കണ്ടോ, വൈബ്രേഷൻ ലെവൽസ് ഉണ്ട് കണ്ടോ. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, അതിന്റെയും ചെറുതായിട്ട് റൊട്ടേഷൻ ലെവൽസ് കണ്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ എനർജി ഓർഡർ എന്ന് പറയുന്നത് എന്താ, ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഇലക്ട്രോണിക് ആണ്. ആ ഇലക്ട്രോണിക്കിന്റെ അതിനേക്കാൾ എനർജി കുറവാണ് അവർക്ക് വൈബ്രേഷൻ, അതിനേക്കാൾ എനർജി കുറവാണ് അവർക്ക് റൊട്ടേഷൻ. അതായത് ഇലക്ട്രോണിക് അതിന്റെ ഉള്ളിൽ ആരുണ്ടായിരിക്കും, വൈബ്രേഷൻ ലെവൽ ഉണ്ടായിരിക്കും, അതിന്റെ ഉള്ളിൽ ആയിരിക്കും റൊട്ടേഷൻ എനർജി ലെവൽ. അപ്പൊ അത് അത്രയും സ്മോൾ ആയിട്ടുള്ള എനർജി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കണ്ടോ. ഇവിടെ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് കിലോ ജൂൾ പെർ മോൾ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 10 കിലോ ജൂൾ ആണ്. പിന്നെ ഇവിടെ എന്തായിരിക്കും, ഹൺഡ്രഡ്സ് ഓഫ് ജൂളേ ഉള്ളൂ ഇവിടെ കണ്ടോ. അതാണ് ആ ഒരു എനർജി ഡിഫറൻസ് മാത്രം ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ. ഇങ്ങനെ ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ പറയുകയാണെങ്കിൽ ടു കണ്ടീഷൻ ഫോർ ദ എനർജി എക്സ്ചേഞ്ച്, രണ്ട് കണ്ടീഷൻസ് ആണ് എനർജി എക്സ്ചേഞ്ചിന് വേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്, ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ എനർജി എക്സ്ചേഞ്ചിന് രണ്ട് കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഒന്ന് എന്താണ്, ഇന്ററാക്ഷൻ മെക്കാനിസം മസ്റ്റ് ബി എ വേ ഫോർ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ടു ഇന്ററാക്ട് വിത്ത് മാറ്റർ. അതായത് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വേ വേണം. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം. അതാണ് നമ്മൾ ഡൈപോൾ, അതിന് എക്സാമ്പിൾ ആണ് ഡൈപോൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് റെസൊണൻസ് കണ്ടീഷൻ ആണ്. അതായത് ഫോട്ടോന്റെ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, മസ്റ്റ് ഈക്വൽ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ലെവൽസ്. ഈ ലെവൽ ഇപ്പൊ നമ്മളിപ്പോ ലെവൽ പറഞ്ഞില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അതിന് ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇവിടേക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് ലെവലിന്റെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കണം. അതാണ് പറയുന്നത്. അപ്പൊ അതാണ് ഡെൽറ്റ ഈക്വൽ ടു E2 - E1. അതായത് ഇപ്പം ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ലെവൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ N=1 ആൻഡ് N=2. ഇവിടെ എൻ്റെ ഒരു എന്റെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിന് N=2 പോകണം. അപ്പം ഇതിനുള്ള ഒരു റേഡിയേഷൻ ഇങ്ങോട്ട് വന്നു. ഈ റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഒരു എനർജി വേണമല്ലോ. ആ എനർജി എത്ര സഫീഷ്യന്റ് ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഈ എനർജി ഡിഫറൻസ്, ഈ ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിന് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിനേക്കാളും ഈ എനർജി ഡിഫറൻസിനേക്കാളും കുറവാണ് വരുന്ന ഇൻകമിങ് റേഡിയേഷന്റെ എനർജി എന്ന് പറഞ്ഞാലെങ്കിൽ നമുക്ക് ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാ പറഞ്ഞ ഫോട്ടോൺ എനർജി മസ്റ്റ് ഈക്വൽ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ലെവൽസ്. അപ്പൊ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 - E1 ദാറ്റ് ഈസ് ഈക്വൽ ടു Hν. വരുന്ന ആളുടെ ഇതാണ് എന്ത്, Hν എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, E2 എന്ന് പറയുന്ന ലെവല്. ഇതാണ് E1 എന്ന് പറയുന്ന ലെവല് കണ്ടോ. അപ്പൊ 3 മോഡ് ഓഫ് ഇന്ററാക്ഷൻ ആണുള്ളത്. ഒന്നുകിൽ അബ്സോർപ്ഷൻ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം 3 മോഡ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. ഒന്ന് അബ്സോർപ്ഷൻ, ഇപ്പൊ ഗ്രൗണ്ട് ടു എക്സൈറ്റഡ്, അതേപോലെ തന്നെ എമിഷൻ, എക്സൈറ്റഡ് ടു ഗ്രൗണ്ട്, അതുപോലെ തന്നെ സ്കാറ്ററിങ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പറയുന്നുണ്ട്. അപ്പം അബ്സോർപ്ഷൻ വേഴ്സസ് എമിഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് എൻ ആറ്റം ഓർ എ മോളിക്യൂൾ ഗോയിങ് ഫ്രം വൺ state to another accompanied by some energy exchange with the electromagnetic radiation is called as spectroscopic transition. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്കൊരു എനർജി എക്സ്ചേഞ്ച് വഴി വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പറയുന്ന പേരാണ് സ്പെക്ട്രോസ്കോപ്പിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു എന്താണ് ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു മോളിക്യൂളോ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവാം. എങ്ങനെ, ബൈ അക്കംപനീഡ് ബൈ സം എനർജി എക്സ്ചേഞ്ച്, എന്തെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് വഴി. അതിനാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ശരിക്കും അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ ഒരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂള് കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ മേലേക്കുള്ള എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അല്ലെ. എമിഷൻ എന്ന് അതായത് എനർജി അബ്സോർബ് ചെയ്യുന്നു, മേലേക്കുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഹയർ ആയിട്ടുള്ള ഒരു എനർജി ലെവലിലേക്ക് പോകുന്നു. ഇനി അപ്പോൾ എമിഷൻ ആണെന്നുണ്ടെങ്കിൽ മേലെ ഉണ്ടായിരുന്ന ഒരാള് ഒരു കുറച്ച് എനർജി
എന്താണ് പുറത്തേക്ക് വിട്ടിട്ട് താഴെയുള്ള സ്റ്റേറ്റിലേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ടിപ്പിക്കലായിട്ട് നമ്മളിപ്പോ ഒരു എന്താണ് സ്പെക്ട്രം നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ എമിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആയിരിക്കും കാണുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിനി നേച്ചർ ഓഫ് സ്പെക്ട്രം നമ്മൾ ആഹ് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്പെക്ട്രം ഉണ്ട്. ഇപ്പൊ നമ്മൾ ആറ്റമിക് സ്പെക്ട്രം ഉണ്ട്, അതേപോലെ മോളിക്കുലർ സ്പെക്ട്രം ഉണ്ട്. നമ്മൾ രണ്ട് സ്പെക്ട്രന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആറ്റമിക് സ്പെക്ട്ര എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് അറൈസ് ഡ്യൂ ടു ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇൻ ദ ആറ്റം. ആറ്റത്തിലുള്ള ഇലക്ട്രോണിക്സിന്റെ ട്രാൻസിഷൻ കൊണ്ടാണ് എന്ത് വരുന്നത്, ഇത് വരുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് അതിൽ വരുന്നത്. പക്ഷെ മോളിക്യൂളിന്റെ കേസിലായിരുന്നു ഞാൻ പറഞ്ഞു, അതിലാണ് എന്തുള്ളത്, നമ്മുടെ ഇലക്ട്രോണിക്, വൈബ്രേഷണൽ, അതേപോലെ റൊട്ടേഷണൽ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണ് അല്ലെ. അപ്പൊ ഈ മോളിക്കുലർ സ്പെക്ട്രം അറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ ഇസ് ഓൾസോ ക്വാണ്ടൈസ്ഡ് ഇൻ അഡീഷൻ ടു ഇലക്ട്രോണിക് മോഷൻ. അതായത് ഇവിടെ ഇലക്ട്രോണിക് മോഷന് കൂടാതെ വൈബ്രേഷനും റൊട്ടേഷൻ മോഷൻ ഒക്കെ ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പൊ ആ ഒരു എനർജി ലെവലിലും കൂടെ ഇതേപോലെ ട്രാൻസിഷൻസ് നടക്കും. അതുകൊണ്ടാണ് മോളിക്കുലർ സ്പെക്ട്ര വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ എന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോസ്ലി സ്പേസ്ഡ് ട്രാൻസിഷൻസ് ഇതിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അറ്റമിക് സ്പെക്ട്രയിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിലാണെങ്കിൽ വൈബ്രേഷൻ റൊട്ടേഷനും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം ആ ലെവലും കൂടെ എന്താണ്, അതിൽ ക്വാണ്ടൈസ്ഡ് ആണ്. ഇതിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് മാത്രം ഉള്ളതുകൊണ്ട് ഇത് എന്തായിരിക്കും, ഷാർപ്പായിട്ടായിരിക്കും, ഇതിന് ലൈൻസ് പോലെ ആയിരിക്കും നമുക്ക് ഇതിന്റെ സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിലെന്തായിരിക്കും, ഇതിൽ ഒരുപാട് എണ്ണം ഇങ്ങനെ ക്ലോസ്ലി സ്പേസ്ഡ് ഒരുപാട് ട്രാൻസിഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ബ്രോഡ് സിഗ്നൽസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ അബ്സോർപ്ഷൻ ബാൻഡ് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ഇത് ബാൻഡ് സ്പെക്ട്രം. ഒക്കെ ബാൻഡ് പോലെ ഉണ്ടാവുന്നത് കണ്ടോ. ഇതൊരു ബാൻഡ് പോലെയല്ലേ നമുക്ക് കാണുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇത് ലൈന് പോലെയാണ് കാണുന്നത് അല്ലെ. ഒരു ലൈന്, രണ്ട് ലൈന് കണ്ടോ, അങ്ങനെയാണ് ഇത് കാണുന്നത്. ഇപ്പൊ ഇത് നമുക്കൊരു എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഈ ആറ്റമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അത് മാറില്ല. ഓക്കെ. ഇനി എലമെന്റിന്, ഇനി ഇറ്റ് അറൈസ് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് യു വി ഓർ ദ വിസിബിൾ റേഡിയേഷൻ ഓർ ദ എക്സ്റേസ് ബൈ ദ ആറ്റമിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ സാധാരണ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് യു വിയോ അല്ലെങ്കിൽ വിസിബിളോ അല്ലെങ്കിൽ എക്സ്റേസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് അറൈസ് ചെയ്യുന്നതാണ് ആറ്റമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ അബ്സോർപ്ഷൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് അബ്സോർപ്ഷൻ ബാൻഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. അങ്ങനെ നമുക്കതിനും പറയാറുണ്ട്. ഓക്കെ. അപ്പൊ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അറ്റമിക് സ്പെക്ട്രയിൽ ആകെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണുള്ളത്. ഇതെന്തായിരിക്കും, ഷാർപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ ഒരു എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ആറ്റമിക് സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ മോളിക്കുലർ സ്പെക്ട്ര എന്ന് പറയുന്നത് ഇവിടെ വൈബ്രേഷൻ, റൊട്ടേഷൻ, എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഉള്ളത് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്താണ്, കോംപ്ലക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് എന്തായിരിക്കും, ബ്രോഡ് സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ബാൻഡ് പോലെ ആയിരിക്കും ഇതിന്റെ സ്പെക്ട്രം വരുന്നത്. ഓക്കെ. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താണ് കണ്ടോ. അപ്പൊ അതിന് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോണിക് എനർജി ലെവൽ ഓഫ് ദ മോളിക്യൂൾ ലീഡിംഗ് ടു എ ബാൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് എമിഷൻ സ്പെക്ട്രം. അബ്സോർപ്ഷൻ എമിഷനെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ചെയ്താണിത്. കണ്ടോ, അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ലോവർ ആയിട്ടുള്ള ലെവലിൽ നിന്ന് കണ്ടോ, ലോവറിലായിട്ടുള്ള ലെവലിൽ നിന്ന് എന്താണ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോവുകയാണ് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ, എന്തോ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇവിടുന്ന് മേലേക്ക് പോവാണ് അല്ലെ. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അബ്സോർപ്ഷൻ. ഇനി ആദ്യം നമ്മൾ എന്തോ ഒരു എനർജി വന്നിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു കണ്ടോ. ഒരു മോളിക്യൂളിനെ നമ്മൾ വല്ല ന്യൂ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ഈ എക്സൈറ്റ് ചെയ്ത ആള് ഇവിടുന്ന് എന്ത് ചെയ്യാണ്, പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ എന്താണ്, അതാണ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഒരു സ്പെക്ട്രം കിട്ടും. അതാണ് എമിഷൻ എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു റൊട്ടേഷൻ അതുപോലെ വൈബ്രേഷൻ എനർജിയിലൊക്കെ ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ റൊട്ടേഷനിൽ ട്രാൻസിഷൻസ് നടക്കുന്നതിന്റെ പിക്ചർ ആണിത്. ഇത് ജസ്റ്റ് നോക്കൊന്നും വേണ്ട, എന്താ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, വൈബ്രേഷൻ ഉണ്ട്, റൊട്ടേഷൻ ലെവൽ അല്ലെ, വൈബ്രേഷൻ ലെവൽ ഉണ്ട്, റൊട്ടേഷൻ ലെവൽ ഉണ്ട്. അതിലൊക്കെ എന്തുണ്ട്, ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താ, ഒരു റേഡിയേഷൻ, അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഒരു റേഡിയേഷൻ ഒരു സാമ്പിളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ചില ലൈൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും അല്ലേ. അപ്പോൾ ആ അബ്സോർബ് ചെയ്തൊന്നും നമുക്ക് പിന്നീട് നമുക്ക്, ഇപ്പം ഞാൻ ഒരു റേഡിയേഷൻ ഞാൻ ഇവിടെ കൊടുത്തു, അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും അല്ലേ. അപ്പൊ എനിക്കത് കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യില്ല, എനിക്ക് ഇവിടെ എന്തായിരിക്കും, ഒരു
കറുത്ത ലൈനായിരിക്കും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക, അല്ലെ ഡാർക്ക് ലൈനായിരിക്കും. കാരണം ആ അബ്സോർബ് ചെയ്തിട്ടുള്ള ബാക്കിയല്ല എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത് പോയോടത്തൊക്കെ എന്തായിരിക്കും, കറുത്ത ലൈനായിരിക്കും കിട്ടുന്നത്. ഇനി എമിഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സൈറ്റഡ് സിസ്റ്റം റിലാക്സ് ടു ദ ലോവർ സ്റ്റേറ്റ്, എക്സൈറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ലോവർ സ്റ്റേറ്റിലേക്ക് റിലാക്സ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ആ താഴേക്ക് വന്നിട്ടുള്ള അപ്പൊ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, സ്പെസിഫിക് വേവ് ലെങ്തിലായിരിക്കും. അപ്പൊ അത് മാത്രമായിരിക്കും എന്ത് നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്നത്. കണ്ടോ, ബാക്കി ഒരു ഇങ്ങനെയായിരിക്കും സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. അത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഡാർക്ക് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് അബ്സോർപ്ഷൻ കിട്ടുന്നത്. ഓക്കെ. ഇനി അപ്പൊ എന്താണ് ഒരു ഇന്ററാക്ഷൻസിനുള്ള പ്രീ റിക്വസിറ്റ്സ്. അപ്പൊ എല്ലാ മോളിക്യൂളും നമുക്ക് എല്ലാ മോളിക്യൂളും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. എല്ലാ മാറ്ററും ഇങ്ങനെ നമുക്ക് ചെയ്യുമോ, ഇന്ററാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല എന്നാണ്. അപ്പൊ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ദർ മസ്റ്റ് ബി എ മെക്കാനിസം ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ടു ദർ മസ്റ്റ് ബി എ മെക്കാനിസം ഫോർ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ടു കപ്പിൾ വിത്ത് ദ മോളിക്യൂൾ. അപ്പൊ അതിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് ഇതിനൊരു പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മൾ മൈക്രോവേവ് റേഡിയേഷന്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മൈക്രോവേവ് റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റൊട്ടേഷൻ മോഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റൊട്ടേഷൻ എനർജി ലെവൽസ് നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും ചെറിയ ലെവൽ. അപ്പൊ അത് റൊട്ടേഷൻ എനർജി ലെവൽ എന്ന് എനർജി കുറവുള്ള ലൈൻ കേട്ടോ, നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതിനുള്ള ട്രാൻസിഷൻസ് കൊടുക്കാൻ പറ്റുന്ന ആളാണ് മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോവേവ് റേഡിയേഷൻ എന്താണ്, അങ്ങനെ റൊട്ടേഷൻ മോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൊട്ടേഷൻ ട്രാൻസിഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾസിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വേണം. എന്താ വേണ്ടത്, ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വേണം. ഓക്കെ. അപ്പൊ അതായത് പോളാർ മോളിക്യൂൾസ് ആണ് ഇത് തരുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് HCl എന്ന് പറയുന്നത്. അപ്പോൾ അപ്പൊ നമ്മൾ വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ H2 മോളിക്യൂൾ. അപ്പൊ H2 എന്ന് പറയുമ്പോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് ഉണ്ടോ, H എന്ന് പറയുമ്പോൾ അതിന് എന്തില്ല, ഡൈപോൾ മൊമെന്റ് ഇല്ല, അല്ലെ, സീറോ ഡൈപോൾ ആണുള്ളത്. അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ H2 എന്ന് പറയുന്ന മോളിക്യൂൾ എന്ത് കാണിക്കില്ല, റൊട്ടേഷണൽ എന്ന് പറയുന്നത് കാണിക്കൂല. എന്താണ് റൊട്ടേഷനിൽ അവർക്ക് ട്രാൻസിഷൻ എന്ത് ചെയ്യില്ല, കാണിക്കൂല. പക്ഷെ HCl എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ്, റൊട്ടേഷണലി ആക്റ്റീവ് ആയിരിക്കും. ഇത് റൊട്ടേഷണലി എന്തായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പം റൊട്ടേഷൻ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ എന്തായിരിക്കണം, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ പ്രീ റിക്വസിറ്റ് എന്താണ് ഒരു സ്പെക്ട്രോസ്കോപ്പി ട്രാൻസിഷന് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്താണ്, അത് ഡൈപോൾ ആണ് കേട്ടോ. അപ്പൊ ഡൈപോൾ ആണ് നമ്മൾ അതിന് ഇതായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പറ്റി പഠിച്ചു, അതേപോലെ ക്വാണ്ടൈസേഷൻ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ ഇന്ററാക്ഷൻസ്, അബ്സോർപ്ഷൻ, എമിഷൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നമ്മളിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ എക്സാമ്പിൾ ആണ് നമുക്ക് PYQ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആകെ മാറ്റം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ മാത്രമാണ്, 100 മെഗാഹെർട്സ്. അപ്പൊ അതിന്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. അതിന്റെ 100 മെഗാഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, ന്യൂ ഈക്വൽ ടു 100 മെഗാഹെർട്സ്. അപ്പം മെഗാഹെർട്സ് എന്ന് പറയുന്ന 10⁶ ഹെർട്സ് ആണ് നമുക്കറിയാം. അതേപോലെ പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താണ്, എനർജി ആണ്. അപ്പൊ എനർജി എന്ന് പറയുന്നത് എന്താ, E=H nu. ഇപ്പൊ H എന്ന് പറയുന്നത് എന്താ, 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഇൻറ്റു എന്ത് വരും, 100 × 10⁶ ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ആൻസർ, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ. വേവ് ലെങ്ത് എങ്ങനെ കാണാൻ, നമുക്ക് വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് E=, എന്തിലിട്ടാൽ മതി, E=, HC/λയിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. Hന്റെ വാല്യൂ നമുക്കറിയാം, സിന്റെ വാല്യൂ അറിയാം, ഇന്റെ വാല്യൂ അറിയാം നമുക്ക്. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ് ഈ സാധനം. ഓക്കെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, λ C/nu കൊടുത്താൽ, ഈ HC/λ എന്ന് പറയുന്നതിന് പകരം നേരെ C/nu ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ λ 3 മീറ്റർ ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചോദിക്കും. ഓക്കെ. താങ്ക് യു.